buddies, welcome back to my YouTube channel. ചെറിയൊരു ആർട്ടായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, പിക്സൽ ആർട്ട് സ്റ്റാർട്ട് ചെയ്യണേ. ഇന്ന് നിങ്ങൾക്ക് ഏതൊക്കെ പിക്ചേഴ്സ് വേണമെന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കതൊക്കെ പിക്സലാട്ടോ ഞാനിപ്പോൾ ചെയ്യാട്ടോ, പിക്സലായിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഇടുക. കൊണ്ടോ ഇങ്ങനെ ഗ്രിഡ് ലൈൻസ് വരച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് ഇത് കളറ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന പിക്സലായിട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് വാട്ടർമെലോൻ്റെ പിക്സലായിട്ടാണ്. അപ്പോൾ നമുക്ക് ചെയ്യാം. അതിൻ്റെ ഇതേപോലെ ഇവിടെ അടികൾ വെച്ചിട്ടുണ്ട്. നമുക്കിങ്ങനെ കളർ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. പിന്നെ ഞാൻ കൊടുക്കുന്ന സമയം കൊണ്ട് നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ പിക്സലായിട്ട് ഞാൻ കുറച്ച് മുന്നേ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോ എടുക്കാനൊക്കെ മറന്നുണ്ട്. പിന്നെ നമ്മൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് വീഡിയോ ഇടുന്നത്. നിങ്ങൾ വിചാരിക്കും എന്താ വീഡിയോ ഇടാൻ വല്ല തിരക്കോ അല്ലെങ്കിൽ വല്ല സംഭവങ്ങളോ ഉണ്ടായിട്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഞാൻ ചെയ്യുന്നു നമുക്കിനി പിക്സൽ ആർട്ട് സീരീസ്. പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്യുന്ന പിക്സൽ ആർട്സൊക്കെ എവിടെയെങ്കിലും ഒട്ടിക്കണമെന്നൊക്കെ നിങ്ങളൊന്ന് പറയണേ. ഒക്കെ കമൻറ്റ് ചെയ്യാം. ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കരുത്. നമുക്ക് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഞാൻ ഫുൾ കളർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ചും കൂടി കളർ ചെയ്യാണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ വാട്ടർമെലോണിൽ ഗ്രീൻ കൊടുക്കാം. നിങ്ങൾ ഷേപ്പ് കണ്ടാൽ മനസ്സിലാവില്ല. ഞാനും ആദ്യമായിട്ടാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയണേ. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് പിക്സലായിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇതിൽ ബ്ലാക്ക് കളർ, ഇത് കുറച്ച് ഡാർക്ക് കളേഴ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒന്ന് പറയണേ. നമുക്കിത് ചെയ്ത് കാണാം. നമുക്ക് എന്നിട്ട് വേണം ഡാർക്ക് കളറിൽ ലൈറ്റ് കളറൊക്കെ ആക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. പിന്നെ പുറത്തേക്കൊന്നും പോയാൽ നിങ്ങൾ പറയുന്നു ഫസ്റ്റ് പിക്സലായിട്ടാണ്. പിന്നെ വയ്യെ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്തോറും വേറെ പിക്സലായിട്ട് ചെയ്യാം. പിന്നെ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡിലും കൂടി ഒന്ന് കൊടുക്കാം അല്ലേ. കണ്ണേ, ഞാനിങ്ങനെ ഡോട്ട് ഇടുന്നിടത്ത് നമുക്ക് കൊടുക്കാനുള്ളതാണ്. ചെറിയ മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. ഞാനതൊന്ന് തീർത്ത് കാണിച്ചു തരാം. പിന്നെ നിങ്ങൾ വരാം. പിന്നെ നമുക്കിത് കളറൊക്കെ കൊടുക്കട്ടോ. അത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമോ ഇത് എന്താണ് എന്ന്? അതൊന്നും നിങ്ങളൊന്ന് മെയിൻ്റെ ആക്കണ്ട. പിന്നെ ഇതെല്ലാ വീഡിയോയ്ക്കും എല്ലാവരും ലൈക്കൊന്നും ചെയ്യുന്നില്ല. സങ്കടമുണ്ട്. നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണേ. നമുക്കിനി 100 നമുക്ക് പ്ലേ ബട്ടനൊക്കെ കിട്ടണ്ടേ. എല്ലാവരും ലൈക്കൊക്കെ ചെയ്യേ, അല്ല സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ നമുക്ക് വാട്ടർമെലോണിൻ്റെ വൈറ്റ് ഭാഗമാണ് വേണ്ടത്. നമുക്കിനി ഇവിടെ ബ്ലാങ്കായിട്ട് വിടണം. കുറച്ച് വൈറ്റ് കളർ ബ്ലാങ്കായിട്ട് വിടണം. എന്നിട്ട് അല്ലെങ്കിൽ നമുക്ക് വൈറ്റ് ഭാഗം കിട്ടാനാണ്. നമുക്ക് ഇവിടെ തെറ്റിയതാട്ടോ. അതൊന്നും നിങ്ങൾ മൈൻഡാക്കരുത്. ഫസ്റ്റല്ല, അപ്പോൾ നമുക്കത് മൈൻഡാവാതെ നമുക്കൊക്കെ ചെയ്യാം. ഇത് നമുക്ക് പിന്നെ മായ്ക്കാം കേട്ടോ. ബ്ലാങ്കായി ഇടാനുകൊണ്ടാണ് ഞാനിങ്ങനെ വിട്ടത്. ഇങ്ങനെ ബ്ലാങ്കായി വിട്ടിട്ടുണ്ട്. ഇനി നമുക്കിവിടെ റെഡും ബ്ലാക്കും പിന്നെ അത്യാവശ്യം നമുക്ക് സാധനങ്ങൾ
ഇട്ട് കൊടുക്കാം. അപ്പം ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ റെഡ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഇനി നമുക്കിതാ ഇവിടെ ഇങ്ങനെ ഇതെന്തിനാ ഇട്ടത് നിങ്ങൾ വിചാരിക്കും. ഇത് നമുക്ക് കുറച്ച് ഇതിന് പുള്ളിക്കുത്തുണ്ടാവില്ലേ, നമുക്ക് ബ്ലാക്ക് കളർ പുള്ളിക്കുത്ത്, അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വെച്ചിട്ടുണ്ട്. ആദ്യം അത് ഫില്ല് ചെയ്യാം. പിന്നെ ഗൈസ് അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഞാൻ പുള്ളി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമുക്കിനി അതൊന്ന് ഫില്ല് ചെയ്യാം ഗൈസ്. അത് ഫില്ല് ചെയ്തില്ലെങ്കിൽ പിന്നെ നമുക്കത് ഒരു ബുദ്ധിമുട്ടാവും. ഫില്ല് ചെയ്യാം. അപ്പോൾ ഗൈസ് നമുക്കിനി ഈ ലാസ്റ്റ് കോളം കൂടി ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫില്ല് ചെയ്ത ശേഷം ഇനി നമുക്കിവിടെ റെഡ് ഫില്ല് ചെയ്യാനുള്ളതാണ്. റെഡ് ഫില്ല് ചെയ്യാനുള്ളത് നമുക്ക് എവിടേക്കൊക്കെ റെഡ് ഫില്ല് ചെയ്യണം എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾക്ക് പിന്നെ ഈ പിക്സലായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യട്ടെ. ആദ്യം നമുക്കിതൊന്ന് അടയാളപ്പെടുത്താം. റെഡ് കളറുകൊണ്ട് നമുക്കിതൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ നമ്മളിതാ ഇതിൻ്റെ പുറത്തോട്ട് ഇവിടെ നമുക്ക് ഇനി കളർ ചെയ്യാനുള്ളതാണ്. ഇവിടെ നമുക്ക് വേറെ കളർ കൊടുക്കാനുള്ളതാണ്. നമുക്കിതൊന്ന് കൊടുത്ത് കഴിയണം. അപ്പം എന്താണ് ആദ്യം ബോർഡർ വരച്ച് തുടങ്ങണേ. മിസ്റ്റേക്സ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, വൃത്തിയൊന്നും ഉണ്ടാവില്ല കേട്ടോ, നിങ്ങൾ നോക്കുക. അപ്പം നമുക്കൊന്ന് കളർ ചെയ്തെടുക്കണം. അത് നമുക്ക് പെട്ടെന്ന് ചെയ്യണ്ടേ. കളർ ചെയ്തിട്ട് വരാം. അപ്പം ഇനി കളർ ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ ഇത്രയും വാട്ടർ മെലൺ ഇവിടെ എന്താ കുത്തിട്ടിക്കണമെന്ന് വിചാരിക്കുന്നത്. ഇവിടെ നമ്മൾ ബാക്കി കൊടുക്കുകയാണ്. വൃത്തിമാനൊന്നുമില്ലെങ്കിലും നമുക്ക് ഇവിടെ കൊടുക്കണം. എന്നിട്ട് നമുക്കിത് മായ്ച്ചാൽ ഇത് റെഡി. പിന്നെ ഞങ്ങളോട് ചോദിക്കുന്നത്, ഞാൻ ഈ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നും കമൻറ്റ് ചെയ്യണം. അതേമാതിരി തന്നെ നിങ്ങൾ ഇത് കട്ട് ചെയ്ത് വാളിലൊട്ടിക്കണമെന്നും നിങ്ങൾ പറയണം. കട്ട് ചെയ്തിട്ട് നമ്മളിത് വാളിലൊട്ടിക്കട്ടോ. നിങ്ങൾക്കത് ഒട്ടിക്കണമെങ്കിൽ നിങ്ങൾ ഒട്ടിക്കണം എന്ന് പറയണം. നമ്മൾ ഒട്ടിച്ചിരിക്കും. നമ്മൾ ഒട്ടിച്ചെടുക്കുന്നു. അത്ര വൃത്തിമനെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിതൊന്ന് അറേസ് ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ വാട്ടർമെലൺ ഫുൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതാ ഈ എറേസ് വെച്ചിട്ട് നമുക്ക് എറേസ് ചെയ്ത് കൊടുക്കാം. എറേസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. പിന്നെ ഇത് വാളിലൊട്ടിക്കണമെന്ന് നിങ്ങൾ പറയുക. പിന്നെ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹാർട്ട് കമൻറ്റ് ചെയ്യണേ. ടാറ്റാ.